ഹായ് ഫ്രണ്ട്സ്, എവർക്കും SB മീഡിയയിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് സാദിഖ്. നമ്മൾ പല വെബ്സൈറ്റുകളിലെയും ലിങ്കുകൾ കോപ്പി ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ തന്നെ പല വെബ്സൈറ്റുകളിലെയും ലിങ്കുകൾ നമ്മൾ കോപ്പി ചെയ്ത് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഷെയർ ചെയ്യാറുണ്ട്. പല വെബ്സൈറ്റുകളിലെയും ലിങ്കുകൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ഇത്തരം വലിയ ലിങ്കുകൾ URLs നമുക്ക് എങ്ങനെ ഷോർട്ടാക്കുക മാത്രമല്ല, അതിനെങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാം. എത്ര ക്ലിക്ക്, ഓരോ ദിവസവും എത്ര ക്ലിക്കുകൾ ഈ ലിങ്കിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് എത്ര ക്ലിക്കുകൾ വന്നിട്ടുണ്ട്, ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്, മൊബൈലിൽ നിന്ന് എത്ര ക്ലിക്ക്, കമ്പ്യൂട്ടറിൽ നിന്ന് എത്ര ക്ലിക്ക് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ URL ഷോർട്ടാക്കാം, അതിനെങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഗൂഗിൾ URL ഷോർട്ടനർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ URL ഷോർട്ടനർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് വരുന്നതാണ്. ഗൂഗിളിൻ്റെ ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് URL ആണോ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യേണ്ടത്, ട്രാക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ലിങ്ക് കോപ്പി ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജാണ്. പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ URL ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് ഇതിനകത്ത് സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഈ വെബ്സൈറ്റിലോട്ട് കയറുമ്പോൾ നിങ്ങളുടെ Gmail IDയും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ കോപ്പി ചെയ്തെടുത്ത ലിങ്ക് നിങ്ങൾക്ക് ഇവിടെയായിട്ട് പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെയായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും facebook/sbmedia.tech. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ബട്ടൺ കാണാൻ കഴിയും, ഷോർട്ട് URL എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് പ്രസ് ചെയ്യുക. ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈ കാണുന്നതാണ് നിങ്ങൾക്ക് ഷോർട്ടായി കിട്ടിയ ലിങ്ക്. അത് എത്ര വലിയ ലിങ്ക് ആയിരുന്നു നോക്കൂ. ഇപ്പോൾ അത് വളരെ ചെറിയൊരു ലിങ്കായി മാറി. നിങ്ങൾക്കിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ബട്ടനകത്ത് പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ബട്ടനകത്ത് പ്രസ് ചെയ്യുന്നുണ്ട്. ഈ ബട്ടനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കോപ്പിയായി. നിങ്ങൾക്ക് ഇവിടെ കോപ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിന് ശേഷം നമുക്ക് ക്ലോസ് അല്ലെങ്കിൽ ഇവിടെ ഡൺ കൊടുക്കാം. ഞാൻ ഈ കോപ്പി ചെയ്ത ലിങ്ക് ജസ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം നമ്മുടെ പേജിലോട്ട് പോകും. ആ URLോട്ട് നിങ്ങൾ ഏത് URL ആണ് ഷോർട്ട് ചെയ്തത് അതിലോട്ട് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ട്രാക്ക് ചെയ്യാം, എത്ര ക്ലിക്കുകൾ ഈ ലിങ്കിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ എവിടെ നിന്നെല്ലാം ക്ലിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും, ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് കിട്ടിയിട്ടുള്ളത് എന്നും നമുക്ക് എങ്ങനെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരുപാട് ലിങ്ക്സ് കാണാൻ കഴിയും. ഇതെല്ലാം ഞാൻ ഇതിനു മുമ്പ് ഷോർട്ട് ചെയ്ത ലിങ്ക്സ് ആണ്. നിങ്ങൾ ഇതുപോലെ ഷോർട്ട് ചെയ്ത എല്ലാ ലിങ്ക്സും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആൾ ക്ലിക്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ 0 എന്ന് കാണുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഷോർട്ട് ചെയ്ത ലിങ്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും 195. ഈ ലിങ്കിനകത്ത് 195 ക്ലിക്സ് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഞാൻ 3 ദിവസം മുമ്പ് ഷോർട്ട് ചെയ്ത ഒരു ലിങ്കാണ്. 331 ക്ലിക്സ് അതിനകത്ത് വീണിട്ടുണ്ട്. അങ്ങനെ എല്ലാ ലിങ്ക്സും നമ്മൾ എത്ര ഷോർട്ട് ചെയ്യുന്നു ആ ലിങ്ക്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെല്ലാം ദിവസങ്ങളിൽ എത്ര ക്ലിക്കുകൾ വീണിട്ടുണ്ട്, അതുപോലെ തന്നെ ഏതെല്ലാം പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡായിട്ട് ഈ 3 ഡോട്ടുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അതിനകത്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അനലിറ്റിക്സ് ഡാറ്റ എന്നുള്ളത്. അതിനകത്ത് പ്രസ് ചെയ്യുക. അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായി കൊണ്ടുവരുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും, വിൻഡോ ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ടോട്ടൽ ക്ലിക്സ് 195. അതുപോലെ തന്നെ കുറച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രൗസർ, ഗൂഗിൾ ക്രോമിൽ നിന്ന് എത്ര ക്ലിക്സ്, 156 ക്ലിക്സും ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൊബൈലിൽ നിന്ന് 27, സഫാരി, അങ്ങനെ ഓരോ ബ്രൗസറിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്ത പ്ലാറ്റ്ഫോം, ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് 156, അതുപോലെ തന്നെ ഐഫോണിൽ നിന്ന് 30, വിൻഡോസ് അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് 6, അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെയായിട്ട് ഓരോ കൺട്രിയിൽ നിന്നും നിങ്ങൾക്ക് എത്ര ക്ലിക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് 33 ക്ലിക്കാണ് ആ ലിങ്കിന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന്. അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഈ ബ്ലൂവിൽ കാണുന്നുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ക്ലിക്ക് കിട്ടിയ രാജ്യങ്ങളുടെ ഡീറ്റെയിൽസാണ് ആ ബ്ലൂ ആയിട്ട് കാണുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് 52 ക്ലിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് 2 ക്ലിക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം
ഒരു ക്ലിക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ലിങ്കും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം ഗൂഗിൾ URL ഷോർട്ടനർ എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ മുകളിൽ വന്നാൽ നിങ്ങൾക്കിവിടെ ഒരു ഗ്രാഫ് കാണാൻ കഴിയും. ഇവിടെ ആയിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് എത്ര ക്ലിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് വന്നിട്ട് ഓരോ വർഷമാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്കിവിടെ ആൾ ടൈം എന്നുള്ളതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 അവർ, അതായത് 2 അവറിൽ നിങ്ങൾക്ക് എത്ര ക്ലിക്ക് കിട്ടി എന്നുള്ളത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡേ, അതുപോലെ തന്നെ വീക്ക്, ഈ ലാസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് എത്ര ക്ലിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏത് ഓപ്ഷനാണോ, എപ്പോഴത്തെ ക്ലിക്കാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഗ്രാഫ് മാറിയതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഗ്രാഫിനെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഓരോ ദിവസത്തെയും ക്ലിക്സ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു അറിവ് നിങ്ങൾക്കൊരു ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾ, ന്യൂ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് ലഭിക്കാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കാൻ SB മീഡിയ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് വരുന്ന ബെൽ സിംബലിലും പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.